ഇതാ എന്റെ വീട്. ഇറങ്ങിക്കോ. ഇതാണോ ചേട്ടാ ചേട്ടൻ പറഞ്ഞ സഹോദരി? ഡീ കൊച്ചേ, ഈ കണയിൽ നിന്നെ എന്ത് പറഞ്ഞിട്ടാ വിളിച്ചോണ്ട് വന്നത്? ഞങ്ങൾ ഒളിച്ചോടി വരുന്ന കൊള്ളാം. ഈ കൊല്ലേ ഇത് 8ാമത്തെ ഒളിച്ചോട്ടാ. അയ്യോ, 8ാമത്തെയോ ഒളിച്ചോട്ടോ? ഡീ കൊച്ചേ, ഞാൻ ഈ വേട്ടാളിയുടെ സഹോദരി ഒന്നുമല്ല. ഞാനാണ് ഇയാളുടെ ശരിക്കുള്ള ഭാര്യ. ഇതുപോലൊരു അബദ്ധം പറ്റിയതാ എനിക്ക്. എന്നാലും നീ ഇത് എന്ത് കണ്ടിട്ടാ ഇയാളുടെ കൂടെ ഇറങ്ങി വന്നത്? അതും കല്യാണം, നിന്റെ നെറ്റിയിൽ സിന്ദൂരമൊക്കെ ഇട്ടിരിക്കുക. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ? എന്നിട്ടാണോ കൊച്ചേ ഇതേപോലുള്ള കിഴങ്ങന്മാരുടെ കൂടെ ഇറങ്ങി വരുന്നത്? ഞാനേ ഇങ്ങോട്ട് നോക്ക്, ഞാനേ അടുത്ത വീട്ടിലുള്ളവരുടെ ഔദാര്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇയാൾ എന്ത് ചെയ്യുമെന്നറിയോ? ഫോണുകളിൽ കാണാൻ കൊള്ളാന്നുള്ള പെമ്പിളരെയൊക്കെ തപ്പിപ്പിടിച്ച് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ വഴി നിന്നെ പോലുള്ള പൊട്ടത്തിമാരെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ട് നടക്കുന്ന ചാളത്തടിയായി ഈ വേട്ടവള്ളിനെ. അവരെ കുത്തിപ്പൊട്ടിക്കാനോ തോന്നണം. അതെ, നിനക്ക് വേറെ ചോദിക്കാനും പറയാനൊന്നുമില്ലേ? അതെല്ലാം പോട്ടെ, ഈ ബൈക്ക് ആരുടെ മനുഷ്യൻ? ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലും കൂടി കേറാത്തന്റെ കുറവേ ഉള്ളൂ ദൈവമേ. ഹലോ ചേട്ടാ, ഞാൻ സൂപ്പർ മാർക്കറ്റിലേ ചേട്ടാ. ഞാനേ ഒരു ഊബർ പിടിച്ചങ്ങ് വന്നോളാം. പറ്റിയ സാധനം കൊള്ളാം. ചിരിച്ചോ, നിനക്കുള്ളതേ ഇപ്പം ശരിയാക്കി തരാം.